തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 47-ാം തിരുലിഖിതം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വഴികൾ അറിയുക എന്നതിനെക്കുറിച്ചാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം. അവിടുന്ന് തൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും, നാം അവിടുത്തെ വഴികളിലൂടെ ചരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തിരഞ്ഞെടുക്കുന്നൊരു കാലം, ദൈവം ഇടപെടുന്നൊരു കാലം, അത് യെശയ്യാ പ്രവചനത്തിൽ ഒരു പ്രവചനമായി പറഞ്ഞിരിക്കുകയാണ്. അന്ന് ജനതകളെല്ലാം കർത്താവിൻ്റെ അരികിലേക്ക് വരും. അപ്പോൾ കർത്താവ് തൻ്റെ വഴികൾ അവരെ പഠിപ്പിക്കും. എന്നിട്ട് ജനം കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കും. ഈ ഒരു കാര്യത്തെ 2-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുന്ന് തൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും, നാം അവിടുത്തെ പാതകളിൽ ചരിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരുപാട് ദൈവദാസന്മാർ, ദൈവം തിരഞ്ഞെടുത്ത ഒരുപാട് പേരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ സാധിക്കാത്തതിൻ്റെ വേദനയുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുലിഖിതങ്ങൾ കാണുകയാണ്. അവിടെ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സാവൂൾ എന്ന ദൈവദാസൻ ദൈവത്തിൻ്റെ വഴികൾ അറിയാതെ ലോക വഴികളിലൂടെ നടന്ന് ജീവിതത്തിൽ വന്നു ഭവിച്ച ഓരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരാളെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. സാവൂളിന് ഒരു സമാധാനമില്ല. രാത്രി ഉറങ്ങാൻ പറ്റില്ല, പകൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ വളരെ ഒരു ടെൻഷൻ പിടിച്ചൊരു അസ്വസ്ഥനായിരിക്കുകയാണ്. ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏറ്റവും ദുരന്തകരമായ സംഗതി, സാവൂൾ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ സാവൂളിൽ നിന്ന് ദൈവവുമായുള്ള ആ കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടു പോയി. സാവൂൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സാവൂൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഞാനും നിങ്ങളും ഒരു തിന്മ പ്രവർത്തിക്കുമ്പോൾ ഓർക്കണം, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തിന്മ ചെയ്യുമ്പോഴും എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ ദൂരെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ.
അവിടെ ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിച്ച്, ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞ്, ദൈവവചനം പഠിച്ച് ആ ദൈവവചനത്തിലൂടെ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചിരുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അതാണ് 2 സാമുവേൽ 22-ാം അധ്യായം 22 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല, തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. തിന്മ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തം അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു കൂട്ടുകെട്ട് നഷ്ടപ്പെടുന്നതോടുകൂടെ ഏകാന്തത, അനാഥത്വം, എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള റെസ്റ്റ്ലെസ്നെസ്, ഒരു അസ്വസ്ഥത, എന്തോ ഒരു സന്തോഷമില്ലായ്മ, എന്തോ ഒരു വാടുന്ന ഒരവസ്ഥ. ഒരു ചെടിക്ക് വെള്ളം കിട്ടാതെ വന്ന എങ്ങനെയാണോ അതേപോലെ ജീവിതത്തിൽ വരൾച്ച അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആ ആത്മാവ് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദാവീദ് പഠിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ വിട്ട് നടന്ന് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല. ഞാൻ തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. ഒരു വ്യക്തി തിന്മ ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, അകൃത്യം പ്രവർത്തിക്കുമ്പോൾ അവൻ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോവുകയാണ്. നഷ്ടം അവന് തന്നെയാണ്. ആരാണോ അകൃത്യം ചെയ്യുന്നത് അവന് തന്നെ നഷ്ടം. അവനിതാ ദൈവത്തിൽ നിന്ന് അകന്ന് പോവുകയാണ്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ, സാവൂൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, അവൻ ദൈവത്താൽ നയിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. പ്രിയ ദൈവ പൈതലേ, നീ ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ 10, 20, 25 വർഷം ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ മുതൽ പിന്നെ നീ ദൈവത്തെ അനുസരിക്കാത്തവനായി, നീ ദൈവത്തോട് പ്രാർത്ഥിക്കാത്തവനായി, നീ ദൈവത്തിന് വിധേയപ്പെടാത്തവനായി, നീ ദൈവത്തിൻ്റെ വഴികളെ ഗവനിക്കാത്തവനായി മാറിയെങ്കിൽ അപ്പോൾ തന്നെ നിൻ്റെ ദൈവം നിന്നെ വിട്ടകന്ന് കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുക. കാര്യം നീ 10-25 വർഷം ദൈവത്തിന് വേണ്ടി വേല ചെയ്തവനായിരിക്കാം, നീ 10-25 വർഷം ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നവനായിരിക്കാം, ദൈവത്തെ പ്രീതിപ്പെടുത്തിയവനായിരിക്കാം. എന്നാൽ നീ നിൻ്റെ ദൈവത്തിൻ്റെ വഴികളെ വിട്ട് എന്ന് നടക്കുന്നോ അന്ന് നീ ദൈവത്തെ വിട്ടകന്നു കഴിഞ്ഞു. നീ ദൈവത്തെ വിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ്. സാവൂൾ കുറേ കാലം ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നവനാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൻ ദൈവത്തെ വിട്ട്, അവൻ പ്രാർത്ഥന വിട്ട്, അവൻ വിശുദ്ധി വിട്ട്, വചനം വിട്ട്, തന്നിഷ്ടപ്രകാരം, ലോകപ്രകാരം, നാട്ടുകാരുടെ വാക്കുപ്രകാരം അവൻ പോകാൻ തുടങ്ങി. അവനെ വശീകരിക്കുന്ന ഒരുപാട് പേരുടെ പ്രേരണ പ്രകാരം അവൻ നീങ്ങാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ ദൈവത്തിൽ നിന്ന് വിട്ടകലാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി. പകരം ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ദുരാത്മ പീഡയിൽ നിന്ന് ഇവനെ മോചിപ്പിക്കാൻ വേണ്ടി കിന്നരവാൻ നിപുണനായ ഒരു വ്യക്തി അന്വേഷിക്കാൻ വേണ്ടി രാജസേവകന്മാർ രാജ്യമെമ്പാടും പുറപ്പെട്ടു. അവസാനം ദാവീദ് എന്നു പേരുള്ള ഒരു യുവ കോമളനെ അവർ കണ്ടെത്തി. അവനെക്കുറിച്ച് സാവൂൾ രാജാവിനോട് ഭൃത്യൻ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതത്തിലാണ് നാം അത് വായിക്കുന്നത്. ബത്ലഹേംകാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ വന്ന് പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു യുവാവിനെ കുറിച്ച് രാജാവിനോട് വന്ന് ഒരു ഭൃത്യൻ അവതരിപ്പിക്കുകയാണ്. അവൻ വാക്ചാതുര്യമുള്ളവനാണ്, അവൻ കോമളനാണ്, അവൻ മിടുക്കനാണ്, അവൻ സമർത്ഥനാണ്, കിന്നര വായനയും അവൻ അറിയാം, അവൻ യോദ്ധാവാണ്. ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ മികവിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ മകുടം ചാർത്തിക്കൊണ്ട് ദാവീദിനെ കുറിച്ച് പറയുകയാണ്, കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. പ്രിയ ദൈവവൈതലേ, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഇതാ ഈ ചേട്ടത്തിയുടെ കൂടെ കർത്താവുണ്ട്, ഇതാ ഈ മകൻ്റെ കൂടെ കർത്താവുണ്ട്, ഇതാ ഈ വിദ്യാർത്ഥിയുടെ കൂടെ കർത്താവുണ്ട്, ആ ചേട്ടൻ്റെ കൂടെ കർത്താവുണ്ട്, ഇതാ ഈ ഉദ്യോഗസ്ഥൻ്റെ കൂടെ കർത്താവുണ്ട്. കർത്താവ് അവൻ്റെ കൂടെയുണ്ട്. അവനെക്കുറിച്ച് ഭൃത്യന്മാരിൽ ഒരുവൻ വന്ന് സാവൂളിനോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം
അവൻ്റെ ഓരോ നടപ്പിലും, അവൻ്റെ ഓരോ ഇരിപ്പിലും, അവൻ്റെ ഓരോ ചെയ്തികളിലും അവൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു മികവ്, ഒരു നിറവ് അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രകടമായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് വാക്കിലും പ്രവൃത്തിയിലും ഒരു നിറവ്, ഒരു തികവ്, ഒരു മികവുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അവരോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനം, അവരോട് ഇടപെടുമ്പോൾ ഒരു ആശ്വാസം, ഒരു പ്രത്യേക ഒരു സമാശ്വാസത്തിൻ്റെ സാന്നിധ്യമാണ് കർത്താവ് കൂടെയുള്ള വ്യക്തികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ, ദാവീദിനോട് സംസാരിക്കുമ്പോൾ സാവൂൾ രാജാവിന് വലിയ ആശ്വാസം ഉണ്ടായി. വചനം പഠിപ്പിക്കുകയാണ്, ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ സാവൂളിൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുപോയിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്, വിടുതലും അനുഗ്രഹവും എല്ലാം ആ വ്യക്തിയുടെ ഇടപെടലിലൂടെ സംഭവിക്കുന്നത് കർത്താവ് ആ വ്യക്തിയുടെ കൂടെയുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യമുണ്ട്. നമ്മൾ തിന്മ ചെയ്യുമ്പോൾ നാം കർത്താവിനെ വിട്ടകന്നു പോകുന്നു, കർത്താവ് നമ്മെ വിട്ടകന്നു പോകുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയുമില്ല. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. പ്രിയ ദൈവപൈതലേ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദൈവം നമ്മളെപ്പോലെ അല്ല. എന്തും ഏതും ആകട്ടെ എന്ന് വിചാരിച്ചിരിക്കുക, അവൻ പരിശുദ്ധനാണ്. തിന്മ അവൻ്റെ കൂടെ വസിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും തിന്മ കൊണ്ട് നിറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ദൈവത്തിൽ നമ്മൾ അകന്നു പോവുകയാണ്. തിന്മ അവൻ്റെ കൂടെ വസിക്കുകയില്ല. തിന്മ ചെയ്തിരിക്കുന്നവർക്കും അവൻ്റെ കൂടെ വസിക്കാൻ കഴിയുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, ഏത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാകട്ടെ, ഏത് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാകട്ടെ, നീ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കർത്താവിൻ്റെ കൂടെ താമസിക്കാൻ നിനക്ക് കഴിയുകയില്ല. കർത്താവ് നിൻ്റെ കൂടെയും താമസിക്കുകയില്ല. ഇത് 101-ാം സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 101-ാം സങ്കീർത്തനത്തിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ, ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് താമസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. വഞ്ചന ചെയ്യുന്ന ഒരുവനും, തിന്മ പ്രവർത്തിക്കുന്ന ഒരുവനും, പാപം ചെയ്യുന്ന ഒരുവനും എൻ്റെ കൂടെ താമസിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്നോടൊത്ത് വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, നമ്മുടെ ഒരു തിന്മ എത്രയോ നാശമാണ് നമുക്ക് വരുത്തി വെക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് താമസിക്കും. കർത്താവ് നമ്മുടെ കൂടെയും നാം കർത്താവിൻ്റെ കൂടെയും അങ്ങനെ ദൈവത്തോടൊരു നല്ല കൂട്ടുകെട്ട് ജീവിക്കുമ്പോൾ, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ഇതാ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. നാം ഒറ്റപ്പെടുകയാണ്. ഏകാന്തത നമ്മളെ ഗ്രസിക്കുകയാണ്. അനാഥത്വം നമ്മളെ പിടികൂടുകയാണ്. മനസ്സിലൊരു വലിയ ഒരു ഭയം, ഒരു ടെൻഷൻ, ഒരു ആകുലത, ഭാരം, അന്ധകാരം, പീഡകൾ, ഇതെല്ലാം നമ്മളെ ഗ്രസിക്കുകയാണ്. കയ്പ് നിറഞ്ഞ് ജീവിതത്തിലും സ്വഭാവത്തിലും ഒരു മൃഗത്തെ പോലെയായി മാറുന്ന ഒരു പ്രത്യേക അധപതനത്തിൻ്റെ രീതികൾ ജീവിതത്തിലേക്ക് കയറി വരാൻ തുടങ്ങുകയാണ്. പ്രിയ ദൈവപൈതലേ, ഇന്നൊരു പക്ഷേ നീ മൃഗത്തെ പോലെ ആയിരിക്കുന്നെങ്കിൽ, നിൻ്റെ സ്വഭാവത്തിൽ നിൻ്റെ രീതിയിൽ ഒരുപക്ഷെ നീ ഇന്ന് മൃഗത്തെ പോലെ ആയിരിക്കുന്നെങ്കിൽ, അതിന് മുമ്പ് നീ നിൻ്റെ ദൈവത്തെ വിട്ടകുന്നതിൻ്റെ, തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതിൻ്റെ ഒരു ചരിത്രമുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിച്ച് നോക്കണം. ദൈവം നിന്നെ തിരിച്ചു വിളിക്കുകയാണ്. ഹല്ലേലൂയ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാപം ചെയ്തിട്ട്, തിന്മ ചെയ്തിട്ട് വീണ്ടും ഞാൻ ദൈവത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, കർത്താവ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നടക്കാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു സംഗതിയുണ്ട്. നീ തിന്മ ചെയ്തതിന് കർത്താവിന് വിട്ടാകുന്നിട്ടും ഇതൊന്നും സാരയില്ല എന്ന് പറഞ്ഞ്, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ന്യായീകരിച്ച് നടക്കുകയാണെങ്കിൽ, സങ്കീർത്തന പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ
അവന് പ്രിയങ്കരമായതിനെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. പാപനിമിത്തം മനുഷ്യനെ അവിടുന്ന് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ എന്ന പോലെ അവിടുന്ന് തകർത്ത് കളയുന്നു. അതിനൊരു ഉദാഹരണം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 1 തൊട്ട് ആ അധ്യായം മുഴുവനും ഒരു ദൈവ പൈതലിൻ്റെ ചരിത്രം വിവരിക്കുകയാണ്. അമസ്യ എന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം തുടക്കത്തിൽ അദ്ദേഹം ദൈവത്തോട് ചേർന്ന് നടന്നൊരു വ്യക്തിയാണ്. ദൈവ വഴികളെ അന്വേഷിച്ചൊരു വ്യക്തിയാണ്. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. രാജാവാകുമ്പോൾ അമസ്യായിക്ക് 25 വയസ്സ് പ്രായം. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ച് അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ ഒരുപാട് നടക്കാൻ ഉത്സാഹിച്ചു, എന്നാൽ അവൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നതിൽ അവൻ ഉത്സാഹം വെച്ചില്ല. എങ്കിലും അവൻ ഒട്ടുമിക്ക സമയവും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, അന്വേഷിച്ചിരുന്നു. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ പ്രവാചകനോട് ചോദിക്കും. അങ്ങനെ അവൻ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഒരു ദിവസം ഒരു യുദ്ധത്തിന് പോകേണ്ട സമയം വന്നു. യുദ്ധത്തിന് പോകേണ്ട സമയം വന്നപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകൻ എന്തു ചെയ്യണം? പ്രവാചകൻ പറഞ്ഞു, നീ പോവുക, ദൈവം നിനക്ക് ആ യുദ്ധത്തിൽ വിജയം തരും. പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എന്നാൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വിജയശ്രീലാളിതനായി അവൻ മടങ്ങി വരുമ്പോൾ ഇതാ ആ ദേശത്ത് കണ്ട അവൻ ഇഷ്ടപ്പെട്ട ചില ആർട്ട് വർക്കുകൾ, ചില കരകൗശല വസ്തുക്കൾ പോലെയുള്ള ചില കൗതുക വസ്തുക്കൾ, ചില കലാരൂപങ്ങൾ അവൻ എടുത്തുകൊണ്ട് പോരുകയാണ്. ചില ബിംബങ്ങൾ അവൻ എടുത്തുകൊണ്ട് പോരുകയാണ്. ചില ദേവവിഗ്രഹങ്ങൾ അവൻ എടുത്തുകൊണ്ട് പോരുകയാണ്. ഇത് നമ്മൾ കാണുന്നത് 25-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം. ഏദോമ്യരെ തോൽപ്പിച്ച് മടങ്ങുമ്പോൾ അമസ്യ സെയീർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസ്യായോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരു നീ ദേവന്മാരെ നീ ആശ്രയിക്കുന്ന എന്തിന്? അപ്പോൾ അമസ്യ അവനോട് പറഞ്ഞു, രാജാവിൻ്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തു, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും. പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി, നീ പ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. നോക്കുക, അമസ്യായുടെ ജീവിതത്തിൽ അമസ്യ പാടുള്ളതുപോലെ ഒരു ഒട്ടുമുക്കാൽ സമയവും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നോക്കി. അവൻ യുദ്ധത്തിന് പോയപ്പോൾ പ്രവാചകനെ വിളിച്ച് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞു. യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? പോകുകയാണെങ്കിൽ ആരെയൊക്കെ യുദ്ധത്തിന് കൊണ്ടുപോകണം അതൊക്കെ അനുസരിച്ച് അവൻ ചെയ്തു. എന്നാൽ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ അവന് തോന്നി, ഈ ദേവവിഗ്രഹത്തെ എടുത്തുകൊണ്ട് വരണം, ഇതിനെൻ്റെ കൊട്ടാരത്ത് കൊണ്ട് വെക്കണം, ഇതിനെനിക്ക് പൂജിക്കണം. അവൻ ഈ ദേവനെ ആരാധിക്കാനായി എടുത്തുകൊണ്ട് പോകുന്നു. ആ സമയത്ത് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, നോ, അത് പാടില്ല. പക്ഷേ അവനത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല. പ്രിയപ്പെട്ട സഹോദരൻ, എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലുണ്ടായി. അവൻ്റെ ദേവവിഗ്രഹങ്ങൾ മാത്രമല്ല, അവൻ്റെ ജീവൻ പോലും നശിക്കാൻ തക്കവണ്ണം അവൻ്റെ രാജ്യത്ത് അവനെതിരെ തകർച്ച ഉയരുകയാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 39:11. കർത്താവ് പാപനിമിത്തം ഒരുവനെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ എന്ന പോലെ അവിടുന്ന് തകർത്ത് കളയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിനവൃത്താന്തം 25-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം. അമസ്യ അവൻ്റെ ആ സോഫ്റ്റ് കോർണർ, അവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള മേഖല അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്താ സംഭവിച്ചത്? 2 ദിനവൃത്താന്തം 25-27 പഠിപ്പിക്കുകയാണ്. കർത്താവിൽ നിന്ന് വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാഗീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളെ വിട്ട് ലാഗീഷിൽ വെച്ച് അവനെ വധിച്ചു കളഞ്ഞു. നോക്കുക, അവനെ വിദൂര സ്ഥലത്ത് വെച്ച് അവനെ കൊന്ന് അവൻ്റെ ജീവൻ അപഹരിച്ച്. നോക്കിയേൻ, അവൻ്റെ വിഗ്രഹങ്ങളും അവനും അവൻ്റെ ജീവിതവും അവൻ്റെ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവേദനെ ഗ്രഹിക്കണം.
ഞാനും നിങ്ങളൊരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ സമസ്ത മണ്ഡലത്തിനും തകർച്ചയാണത്. ഞാനും നിങ്ങളൊരു പാപം പ്രവർത്തിക്കുമ്പോൾ, ഒരു തിന്മ ചെയ്യുമ്പോൾ, ഇതാ കർത്താവിൽ നിന്ന് വിട്ടകലുന്ന സമയമാണത്. വീണ്ടും തിന്മ ചെയ്യുമ്പോൾ വീണ്ടും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കർത്താവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ നിരവധി പാപം ചെയ്ത് കർത്താവിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കാം നമ്മുടെ ജീവിതം. ഒരുപാട് പേര് ചിലപ്പോൾ എതിരായി നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കാം. സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ അവൻ്റെ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. പ്രിയ ദൈവവൈതലേ, ഇന്നൊരു പക്ഷേ പല അസ്വസ്ഥതകളുടെയും നടുവിലൂടെ കടന്നു പോവുകയായിരിക്കാം. ഒരുപാട് തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോവുകയായിരിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിൽ നിന്നും വിട്ടകലാൻ കാരണമായ ഒരുപാട് പാപങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ടായിരിക്കാം. ഞാനും നിങ്ങൾ എന്തു ചെയ്യണം? വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിൽ നിന്ന് വിട്ടകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരികെ വന്ന് അവിടുത്തെ തേടുവീൻ. എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ചെറിയവരും വലിയവരും എഴുന്നേറ്റ് നിൽക്കുക. കുടുംബം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഓ ദൈവമേ, വ്യക്തിപരമായ ജീവിതത്തിൽ തന്നിഷ്ടപ്രകാരം നടന്ന് ചെറുതോ വലുതോ ആയ തിന്മകൾ ചെയ്ത് കർത്താവുമായുള്ള ഐക്യം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. നാളുകൾ അങ്ങയോട് കൂടെ നടന്ന് തീഷ്ണമായി അങ്ങയോട് പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് മണിക്കൂർ അങ്ങയോട് ഇടപെട്ടിരുന്നു. ഇന്നൊരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അങ്ങയെ സ്തുതിക്കാൻ പറ്റുന്നില്ല. ഇന്ന് വചനം വായിക്കാൻ പറ്റുന്നില്ല. ദേവാലയ കർമ്മങ്ങളിൽ പങ്കുചേരാൻ പറ്റുന്നില്ല. ആത്മീയ കാര്യങ്ങളൊന്നും താല്പര്യം തോന്നാത്ത വിധം ഹൃദയത്തിൽ മരവിപ്പ് അനുഭവിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ സ്പർശിക്കണമേ. ഈ നിമിഷം അവിടുന്ന് അത്ഭുതകരമായി തൊടുന്ന നിമിഷങ്ങളാക്കി മാറ്റണമേ. ഒരിക്കൽ കൂടെ തിരികെ വരാൻ സാംസന് അവിടുന്ന് കൊടുത്ത അനുഗ്രഹം പോലെ കർത്താവെ, ഒരിക്കൽ കൂടി ആത്മാവിനെ തിരികെ തരണമെന്ന് പറഞ്ഞ് അനുദപിച്ച് നിലവിളിച്ചപ്പോൾ സാംസന് വീണ്ടും വീണ്ടും അവസരം കൊടുത്തല്ല കർത്താവെ. ഇന്ന് ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മക്കളുടെ മേൽ വീണ്ടും വീണ്ടും തിരിച്ചു വരവിൻ്റെ അഭിഷേകം നൽകണമേ കർത്താവെ. അനുതാപത്തിൻ്റെ അഭിഷേകം നൽകണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, പാപം നിമിത്തം അവിടുന്ന് മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെല്ലാം കീടത്തെ എന്ന പോലെ അവിടുന്ന് തകർത്ത് കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാത്ത. Come, Lord Jesus. യെരമിയ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, ആകാശമേ ഞെട്ടിവിറയ്ക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, എൻ്റെ ജനം ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിച്ചിരിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ സമയം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും വിടുതലിൻ്റെ അഭിഷേകമുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിനമായ ഹൃദയങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ നൽകണമേ. കല്ലിച്ചുപോയ ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാംസളമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ ജീവിതങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ. രോഗവും അതിൻ്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.